സുഭാഷിതം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് therefore in the liberty by which Christ has made us free, and do not be entangled again with a yoke of bondage. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് വായിച്ചത്. സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മുടെ കാലത്തിന്റെയും കാലഘട്ടത്തിന്റെയും നിലവിളിയാണെന്ന് നമുക്കറിയാം. എല്ലാ മനുഷ്യരും ഒന്നിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരാൾ തന്റെ രോഗത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഷ്ടപ്പാടുകളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം, മാനസിക സംഘർഷങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ പലതിൽ നിന്നും മനുഷ്യൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ ഒരാൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ചിന്തിക്കാനോ ഉള്ള ശക്തി അല്ലെങ്കിൽ അവകാശമാണെന്ന് നിർവചിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ക്രിസ്തു സ്വതന്ത്രമാക്കിയ സ്വാതന്ത്ര്യം എന്താണ്? യോഹന്നാൻ 8:32-36 വാക്യങ്ങളിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. സത്യം സ്വതന്ത്രമാക്കുമ്പോൾ സത്യം എന്താണെന്ന് നാം അറിയണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശു കർത്താവ് തന്നെയാണ് സത്യം. മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ ഈ സത്യമായ യേശുവിനെ അറിയണം. പാപിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ യേശുവിന് മാത്രമേ അതിന് സ്വാതന്ത്ര്യം വരുത്തുവാൻ കഴിയുകയുള്ളൂ. റോമർ 8:1-2 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുന്നതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. കൊലോസ്യർ 1:13 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന്. നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം നമ്മെ പാപത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും ലോകത്തിന്റെ പ്രാഥമിക തത്വങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തുന്നു എന്ന് ഈ ലേഖനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മെ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക ചെയ്യരുത് എന്നും 5:13 വാക്യത്തിൽ കാണുന്നു. യേശുവിൽ കൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാനും പാപത്തിന്റെ അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാതിരിക്കാനും കൽപ്പിച്ചിരിക്കുന്നു. യേശു കർത്താവിൽ കൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുന്നുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവരായിത്തീരും. അങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആകയാൽ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാനും പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കാനും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all with these words.